ചക്കട ഉണ്ടാക്കാൻ പോണ്. അപ്പം ചക്കയുടെ സീസൺ വീണ്ടും വന്നു. അപ്പം ഉണ്ടോ ഇഷ്ടം പോലെ ചക്കയുണ്ട്. നമ്മളൊരു ചക്ക നല്ല മൂത്ത് വിളഞ്ഞത് എടുക്കാൻ വേണ്ടി വന്നോ. അപ്പം ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ഒരു തോട്ടമാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ചക്കയുണ്ട് കണ്ടോ. അപ്പോൾ ഒരു പഴുത്ത ചക്കയുടെ മുറി ഇതാണോ, ഒരു മുറി ചക്ക. ഇനി നമ്മൾ ഒരു 2-3 കൊട്ട തേങ്ങ എടുക്കാൻ പോകണം. കൊട്ട തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങിൽ കിടന്നിട്ട് നാളികേരം മൂത്ത് വിളഞ്ഞ് ഉണങ്ങി വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് മഴയ്ക്ക് മുമ്പ് കാറ്റ് ഊതുമ്പോൾ താഴെ വീഴും. അതാണ് കൊട്ടത്തേങ്ങ. അപ്പോൾ ഇത് കാണിച്ചു തരാം. ഇതാ പിടിച്ചോ, നോക്കിക്കോ, കണ്ടോ, ഇതാണ് കൊട്ടത്തേങ്ങ. അപ്പോൾ ഇത് ഭയങ്കര രുചിയാണ്. പിന്നെ ഒരു വാഴയുടെ ഇല വേണം. അപ്പോൾ ഇതാണ് നല്ല പാളയം കൂടെ വാഴയുടെ മൂക്കാത്ത ഇല. അപ്പോൾ ഇതുപോലത്തെ മൂക്കാത്തൊരു ലീഫ് വേണം നമ്മൾ വെട്ടിയെടുക്കാൻ. അപ്പോഴാണ് നല്ല ഫ്ലെക്സ് ആയിട്ട് കിട്ടുള്ളൂ. സബിത വെള്ളമൊക്കെ വെച്ചോ, വെള്ളം തിളപ്പിക്കാൻ വെച്ചോ. തേന ഇലയായി, എനിക്ക് പറഞ്ഞ കൊട്ടത്തേങ്ങയായി. തേനാ പിടിച്ചോ കണ്ടോ. അപ്പം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ചക്ക മുറിച്ച് ചുള പറിച്ചു കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ കൊട്ടത്തേങ്ങ എടുത്ത് കൊടുക്കുക. ഇതൊക്കെ അപ്പോൾ നമ്മളുടെ കൊട്ടത്തേങ്ങ പകുതി മുറിച്ചിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ ചക്കട ഉണ്ടാക്കാനായിട്ട് കൊട്ടത്തേങ്ങ എടുക്കണമെന്നൊന്നുമില്ല, പച്ച തേങ്ങ മതി, അല്ലെങ്കിൽ കരിക്കായാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ രുചികൾ വ്യത്യാസം വരുന്നു മാത്രം. അപ്പോൾ ഈ കൊട്ടത്തേങ്ങ ആകുമ്പോൾ നമ്മളിങ്ങനെ നല്ല സ്ലൈസാക്കി എടുക്കണം, അല്ലെങ്കിൽ മിക്സിയിലിട്ട ഗ്രൈൻഡായി കിട്ടില്ല. അപ്പോൾ തന്നെ നമ്മളുടെ കൊട്ടത്തേങ്ങ അരച്ചത് കിട്ടി. ഇല്ലെങ്കിൽ പച്ച നാളികേരം അരച്ചാൽ മതി നിങ്ങൾ. ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി, അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇതേ അളവിൽ തന്നെയാണ് നമ്മൾ ചക്കപ്പഴം എടുക്കുന്നത്. ചക്ക പഴുത്തത് അപ്പം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ആ കൊട്ടത്തേങ്ങ ഇതിലേക്ക് ചേർക്കണം, അല്ലെങ്കിൽ നാളികേരം അരച്ചത് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതി, പിന്നെ അത്രയ്ക്കും തന്നെ ചക്ക പഴുത്തതും. ഇതുണ്ടോ നമ്മളുടെ ഗോതമ്പ് പൊടിയും നാളികേരം അരച്ചതും കൂടി മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നന്നായിട്ട് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ശർക്കര പാനീയം, ബോയിൽഡ് ജഗറി വാട്ടർ അത് ചേർത്തിട്ടുണ്ട് കേട്ടോ. Now you understand how to make this chakka ada. Chakka means jackfruit. ഇപ്പോൾ നമ്മളുടെ ചക്കച്ചുളയുടെ ഉള്ളിൽ നിന്ന് കുരുവൊക്കെ കളഞ്ഞ ശേഷം മിക്സിയിലിട്ട് ഇനി അരയ്ക്കാൻ പോകണം.
അപ്പോൾ കുറച്ച് ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തു. കാരണം നമ്മുടെ ചക്ക നന്നായിട്ട് പഴുത്തിട്ടില്ല, പഴുക്കണതിന് മുമ്പ് എടുത്തതാണ്. അപ്പം ഞങ്ങളുടെ മരുമകൻ വിനീത് കൊള്ളന്നൂർ എറണാകുളത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ മമ്മിയുടെ വക ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ചക്ക പഴുത്തത് അരച്ച് അതിൽ കൂടെ ചേർത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക, കുഴയ്ക്കാന്ന് പറയും, കുഴയ്ക്കുക അങ്ങോട്ട്. അപ്പോൾ അല്പം വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നമ്മൾ അട പരത്തണം. അട എന്ന് വെച്ചാൽ ചക്കട. ഇല്ലെങ്കിൽ ഞാൻ കൈമൊക്കെ ഇത് ഒട്ടി പിടിക്കും, കണ്ടോ. ഇടയ്ക്കിട്ട് വെള്ളത്തിൽ ഒന്ന് ടച്ച് ചെയ്യാം, കൈ നനച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളുടെ വാഴയിലയിൽ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണം. ഇത് 2 രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് കണ്ടോ, ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇത് കണ്ടില്ലേ. ഇനി മറ്റൊരു രീതി കണ്ടോ, അല്പം നീളം കൂടിയ ഇല എടുത്തിട്ട് അതിൽ ചക്ക ഇത് പരത്തണം, കണ്ടില്ലേ. അപ്പോൾ നല്ല പോലെ ഒരു പായ പോലെ നല്ല വലിയ ഷീറ്റിന് എടുത്തത്, കണ്ടില്ലേ. എന്നിട്ട് 1 അടി 1.5 അടി നീളത്തിലുള്ള 1 അടി നീളം, കണ്ടില്ലേ. അതിലങ്ങോട്ട് പരത്തി കൊടുക്കും. അതിന് ശേഷം നമ്മുടെ കൈതോല പായ ചുരുട്ടണ പോലെ അങ്ങോട്ട് ചുരുട്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. നമ്മളുടെ ചക്കട പരത്തിയിട്ട് ഇനി ചുരുട്ടാൻ പോകണത് കണ്ടോ. അപ്പോൾ പായ ചുരുട്ടണ പോലെ അങ്ങോട്ട് ചുരുട്ടും. അപ്പോൾ നമ്മളുടെ ചക്കട ചുരുട്ടി കൂട്ടി ആ ആവി പാത്രത്തിലേക്ക്. അപ്പോൾ നമ്മൾ ചക്കട പുഴുങ്ങിയെടുക്കണം, അതായത് ആവിയിൽ വേവിച്ചെടുക്കണം, സ്റ്റീം. അപ്പം ഞാനും അതൊന്ന് പുറത്തോട്ടേക്ക് പോയിട്ട് വരാം. ഞാൻ അവിടെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ചക്കട മിക്കവാറും എന്നിട്ടുണ്ടാവും. ഞാനതപ്പോൾ വീട്ടിൽ പോകണം, കണ്ടോ. അപ്പോൾ എൻ്റെ മരുമകൻ വിനീത് കൊള്ളന്നൂർ എറണാകുളത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ചക്കട ഉണ്ടാക്കിയതാണ്. എന്തായി ചക്കട വെന്തെടുത്താ? ആളപ്പോൾ എടുക്കലൊക്കെ കഴിഞ്ഞു, കണ്ടോ. അപ്പോൾ നമ്മളുടെ ചക്കട വെന്തു. അപ്പോൾ അവരോട് ചോദിക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് ചക്കട? ചക്കട എങ്ങനെയുണ്ട്? വെന്തണ്ടോ? സൂപ്പറാണോ? ഓ അടിപൊളിയാണ്. അപ്പം ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ചക്കട. നിങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുക.
ചക്കയില്ലാത്തൊരു 1 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് വാങ്ങിച്ച് നട്ടു.